ഇന്നോവ വാഹനം മുഴക്കിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ ഒച്ച വളരെ ഉയർന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഞാൻ എന്റെ രണ്ട് ചെവിയും പൊത്തിപ്പിടിക്കുന്നു. ആകെ നിൽക്കുന്നത് ഞാൻ മാത്രമാണ്. ആരെ കേൾപ്പിക്കാനാണ് ഇത്രയും വലിയ ഒച്ച ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഞാൻ എന്റെ ഈ ശബ്ദത്തിന്റെ ചെവിക്ക് താങ്ങാൻ പറ്റാത്ത ചെവി പൊത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ വണ്ടി അവിടെ ചെന്ന് ഈ ഇന്നോവ നിർത്തിയതിനു ശേഷം വണ്ടിയുടെ പുറകിൽ നിന്ന് ആൾ ഇറങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് മുൻ DGP ആണ്, അനിൽകാന്താണ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ നിൽക്കുമ്പോൾ 15 മിനിറ്റിനകം ഈ പോലീസ് ക്ലാസ് സെന്ററിൽ നിന്ന് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് മനഃപൂർവ്വമായിട്ട് വീണ്ടും എന്റെ മുന്നിലേക്ക് വന്നിട്ട് ഈ ഡ്രൈവർ വീണ്ടും ശബ്ദം ഉയർത്തുന്നു. വീണ്ടും എന്റെ ചെവി പൊത്തിപ്പിടിക്കുമ്പോൾ എന്നെ മുന്നോട്ട് പോയ വണ്ടി നിർത്തിയിട്ട് അനിൽകാന്ത് കൈയാട്ടി എന്നെ വിളിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് എന്നെ വിളിക്കുന്നു. ഒരു DGP എന്നുള്ള രീതിയിൽ ഞാനൊരു മര്യാദയുടെ രീതിയിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സാർ അങ്ങയുടെ വണ്ടിയുടെ ശബ്ദം എനിക്ക് ചെവിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്നു. അപ്പോഴത്തേക്ക് വണ്ടിക്കകത്ത് അദ്ദേഹം ഇരുന്നുകൊണ്ട് ഈ മുൻ DGP അദ്ദേഹം അനിൽകാന്ത് വളരെ മോശമായി വണ്ടിക്കകത്ത് സംസാരിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം ഡ്രൈവറെ പറയുന്നു. അപ്പൊ ഇദ്ദേഹം ഈ സംസാരിക്കുന്നത് മോശമാകുന്നത് കണ്ടപ്പോൾ ഞാൻ പുറകോട്ടങ്ങ് നടക്കുന്നു. അപ്പൊ ഈ ഡ്രൈവർ വന്ന് ഈ വണ്ടി ആ റോഡിൽ നിർത്തിയിട്ടിട്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് അതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ഹോണിന്റെ ശബ്ദം ഒരുപാട് ചെവിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. നിനക്ക് ചെവിക്ക് പ്രശ്നമുണ്ടെങ്കിൽ നീ വീട്ടിൽ പോടാ, നീ എന്തിനാണ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് അതിന്റെ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പേര് ബാബുജി ഈശ്വർ എന്നാണ്, ഞാൻ തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ ഒരു അഭിഭാഷകനാണ് എന്ന് പറയുമ്പോൾ നീ ആരായാലും ഞങ്ങൾക്ക് എന്താണ് എന്ന് പറഞ്ഞു. വീണ്ടും പിന്നെ പറയുന്ന ശബ്ദം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ് പുള്ളി പറയാൻ ശ്രമിക്കാം. ഈ പോലീസുകാരും പോലീസുകാരാണെന്ന് തോന്നുന്നു ഈ ഡ്രൈവർ നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് മൊബൈലിലേക്ക് പിടിക്കാൻ ശ്രമിക്കും, ഒന്ന് പകർത്തേക്കാന്ന് വിചാരിച്ച് പിടിക്കുമ്പോഴത്തേക്ക് ഇയാൾ എന്നെ മൊബൈലിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഞാന് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇദ്ദേഹം അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ മൊബൈൽ എന്റെ ഇത് പിടിച്ചുകൊണ്ട് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് പിടിക്കാൻ ഞാൻ മാത്രമേ തനിച്ചവിടെ ഉള്ളൂ. ഇദ്ദേഹം കുറച്ചു നേരം കൂടെ എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നു. പക്ഷെ ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ MLA-മാര് നിയമസഭയ്ക്കുള്ളിലേക്ക് പോകുന്ന വഴിയാണ്. ആ റോഡിന്റെ മധ്യഭാഗത്താണ് നിർത്തിയിട്ടിട്ട് ഇത്രയും ഒച്ച ഉണ്ടാക്കി മുൻ DGP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവറും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു സങ്കടം, ഞാനൊരു അഭിഭാഷകനാണ്, മുൻ KPC എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ഒരാളാണ്. എന്നെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോട് അല്ലെങ്കിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ വളരെ വിഷമത്തോടുകൂടി രാവിലെ പലരുമായിട്ട് ഇത് ഷെയർ ചെയ്തു. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ബോർഡ് ശ്രദ്ധിച്ചത്. അപ്പൊ ബോർഡിൽ എഴുതിയിട്ടുണ്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന്. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത്. പോലീസിനെതിരെ പരാതി പറയേണ്ടത് വാഹനത്തെ വന്ന ആൾക്കെതിരെ ഇനി ഞാൻ ആരോടാണ് പരാതി പറയേണ്ടത്. അപ്പൊ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു. ഇപ്പൊ അനിൽകാന്തിന്റെ പോസ്റ്റ് എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റി അംഗം മാത്രമാണ് ഈ പോലീസ് അതോറിറ്റി കംപ്ലൈന്റ് അതോറിറ്റിയുടെ ഒരു പെൻഷൻ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഈ സർക്കാർ അദ്ദേഹത്തിന് കൊടുത്തൊരു പോസ്റ്റാണിത്. പെൻഷൻ ആയി കഴിഞ്ഞു അദ്ദേഹത്തെ ഒരു ദിവസം പോലും ഇരുത്താതെ പോസ്റ്റ് കൊടുത്തിട്ട് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുക.